ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 6-നാണ് സർക്കാർ ഉത്തരവിറക്കിയത്. 1000 രൂപ ക്ഷേമ പെൻഷൻ എന്നത് 600 ആക്കിയാണ് ചുരുക്കിയത്. ഉത്തരവ് മൂലം സംസ്ഥാനത്തെ കശുവണ്ടി തൊഴിലാളികൾ പ്രതിസന്ധിയിലായി. ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നെന്ന പേരിൽ കശുവണ്ടി തൊഴിലാളികളുടെ വാർദ്ധക്യ പെൻഷൻ അടക്കമുള്ളവ വെട്ടിച്ചുരുക്കപ്പെട്ടു. ക്ഷേമനിധി ബോർഡിൽ നിന്നാകട്ടെ തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിച്ചിട്ട് 6 മാസത്തോളമായി. ഇതെല്ലാം ഓരോന്നിനും ഓരോ രീതിയിൽ അനുവദിച്ചിട്ടുള്ള പെൻഷനുകളാണ്. ആ പെൻഷനെ എല്ലാം ഒന്നായി കണ്ടുകൊണ്ട് ഒരു തൊഴിലാളിക്ക് ഒരു പെൻഷനെ അനുവദിക്കത്തുള്ളൂ എന്നുള്ള ആ ഒരു സമീപനം ഞങ്ങൾ അനുവദിക്കുന്നതിന് തൊഴിലാളികൾ ഒന്നടങ്കം എതിരാണ്. സുരക്ഷാ പെൻഷൻ, വിധവാ പെൻഷൻ, അതുപോലെ വാർദ്ധക്യകാല പെൻഷൻ, അതുപോലെ അംഗവൈകല്യ പെൻഷൻ അടക്കം അതും 1000 രൂപയായിട്ട് കൊടുക്കുമായിരുന്നു. ആ 2 പെൻഷൻ ഒരുമിച്ച് തന്നെ കിട്ടുമ്പോൾ ആ പെൻഷൻ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയ ഉത്തരവനുസരിച്ച് കശുവണ്ടി തൊഴിലാളി പെൻഷൻ മേടിക്കുന്നത് 1000 രൂപയാണെങ്കിൽ ആ തൊഴിലാളിക്ക് ഇപ്പോൾ 600 രൂപ പെൻഷനായി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. PF പെൻഷന്റെ പേരിൽ കശുവണ്ടി തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ വർഷം സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു. പ്രതിപക്ഷത്തിൻ്റെതടക്കം വലിയ എതിർപ്പ് ഉയർന്നതോടെയാണ് ഇത് പുനഃസ്ഥാപിച്ചത്. ഈ പെൻഷനാണ് ഇപ്പോൾ വെട്ടിച്ചുരുക്കിയത്. സംസ്ഥാനത്തെ ഭൂരിപക്ഷം കശുവണ്ടി ഫാക്ടറികളും അടഞ്ഞുകിടക്കവെയുള്ള സർക്കാർ നടപടി തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിലാക്കും. ക്യാമറമാൻ സിറിനൊപ്പം ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.